എല്ലാരും പറയുന്നുണ്ട് പുറത്ത് അനുമോൾ ഒരു കുലസ്ത്രീയാണ്. ശരിക്കും എന്താ ചോദിച്ചാൽ കുലസ്ത്രീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണോ അനുമോൾ? അങ്ങനെയല്ല, നമ്മള് നാട്ടിൻ പുറത്ത് ജീവിച്ച് വന്നതിന്റെ ഒരു ഇത് അവൾക്ക് ആ ഒരു ചെറിയ രീതിയിലുണ്ട്. അല്ലാതെ അവള് എല്ലാ കാര്യത്തിലും ഓക്കെ ആണ്, അങ്ങനെയൊന്നും അല്ല. എല്ലാരെയും അടുപ്പിക്കില്ല, മീൻസ് എല്ലാരും ദേഹത്തോടരുത്, അങ്ങനെ ഒരു എല്ലാരും ഫ്രണ്ട്ലി ആണ്. അവൾക്ക് വേറെ രീതിയിൽ ഇല്ല. അവിടെ പറഞ്ഞിങ്ങനെ ആക്കി എടുത്തതല്ലേ അവൾക്ക് ഒരു പേര്. അവൾ അങ്ങനെ വിളിക്കണമല്ലോ അവൾക്ക് ഇഷ്ടമല്ല. നമ്മൾ സ്റ്റാർ മാച്ചിൽ കണ്ടതാണ് എല്ലാവരും ഭയങ്കര കൂട്ടാണ്, എല്ലാം ചെയ്തു കൊടുക്കുന്ന അവളാണ്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ല. പിന്നെ എപ്പോഴോ ഒരിക്കൽ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞത് വെച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുലസ്ത്രീ എന്നുള്ള പേര് വീണത്. എന്തായിരുന്നു, ആ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നിന്നേ പറ്റൂ അങ്ങനെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ, എല്ലാം പ്ലാൻ ചെയ്തിട്ടാണോ അങ്ങോട്ടേക്ക്? ഒരു 5-6 എപ്പിസോഡ് കണ്ടിട്ടുണ്ടായിരിക്കണം. മണി ബോക്സോ അതിന്റെ കാര്യങ്ങളോ ഒന്നും അവർക്ക് അവസരം വന്നപ്പോഴും നീ പഴയ എപ്പിസോഡ് കാണാൻ പറയും. നമ്മള് പിന്നെ ഈ പോയവരുടെയൊക്കെ വിളിച്ച് ചോദിക്കും, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അവിടെ ചെന്ന് ചെയ്യും പോലെ ഇരിക്കും. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയാലും പറ്റില്ല ഒരിക്കലും. 10 ദിവസം അങ്ങനെ നിൽക്കാം. ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഫോണിലാണ് നമ്മൾ ഈ കണ്ടോണ്ടിരുന്നത്. ഞാനും മനുവും കൂടെ ആണല്ലോ പോയത്. പിന്നെ നമ്മൾ അവിടെ 2 days നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നും ഒക്കെ ഇങ്ങനെ ഓരോ എപ്പിസോഡ്സ് ഇട്ട് ഇങ്ങനെ കാണുമായിരുന്നു പഴയ ആൾക്കാർ. അതിന്റെ ആവശ്യം ഇല്ല അല്ലേ, കണ്ടിട്ടും കാര്യമല്ലോ. അറിയാൻ പറ്റുള്ളൂ. അതെ, ആക്ച്വലി ബിഗ് ബോസ് കാണാറില്ലായിരുന്നു അനു, അതുകൊണ്ട് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരത്തി. പക്ഷെ അപ്പൊ ഇങ്ങനെ അതിടയ്ക്ക് പറയുന്നത് ഞാൻ നിൽക്കുന്നത് അവർക്ക് കണ്ടന്റ് കൊടുക്കുന്നതാണ് അതിന്റെ മെയിൻ. ഇല്ല അങ്ങനെ കൊടുക്കാതെ ഉണ്ടാതിരിക്കുന്ന ആളല്ലേ ഔട്ടായി പോകുന്നത്. ഇപ്പോഴും അങ്ങനെ കണ്ടന്റ് കൊടുക്കാതെ വെറുതെ നിന്ന് പോവാൻ തോന്നിയ ഒരു കണ്ടസ്റ്റന്റ്